ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പ്ലസ് വൺ എക്കണോമിക്സിൽ 7ാമത്തെ ചാപ്റ്റർ ചെയ്താൽ മക്കളെ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇൻഫ്ലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ക്രിസ്മസ് എക്സാമിന് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം നല്ലൊരു അവബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റീസൺസ് ഫോർ അൺഎംപ്ലോയ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്ന് നല്ല രീതിയിലൊന്ന് പഠിച്ചിരിക്കും. പിന്നെ തന്നെ പല തരത്തിലുള്ള എംപ്ലോയീസുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്, അതൊന്ന് പഠിച്ചു വയ്ക്കാം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് പഠിച്ചു വയ്ക്കാം. പിന്നെ ഓർഗനൈസ്ഡ് സെക്ടറും അല്ലെങ്കിൽ ഫോർമൽ സെക്ടറും അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റും ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് പറഞ്ഞല്ലോ. ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഒരു തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്? പിന്നെ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, തൊഴിലില്ലായ്മ, അതിൻ്റെ കാരണങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതൊന്ന് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കയ്യിൽ നോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ HSS ലൈവിൻ്റെ ഒക്കെ നോട്ട്സ് ഉണ്ട്, HSS റിപ്പോർട്ട് നോട്ട്സ് ഉണ്ട്, ഒക്കെ ഒന്ന് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. എന്നിട്ട് നാളെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നല്ല 18-ാം തീയതിയാണ് എക്സാം വരുന്നത്. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ഈ വർക്കർ പോപ്പുലേഷൻ റേഷ്യോയും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതിൻ്റെ ഒരു ഇക്വേഷൻ ക്ലിയർ അല്ല? തൊഴിൽ വളർച്ചയും അനൗപചാരികവൽക്കരണവും മറ്റു പ്രശ്നങ്ങളും എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. പ്രത്യേകിച്ച് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. റെഡിയല്ലേ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും, പിന്നെ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി സെക്ടറിൽ വരുന്ന ഓരോരോ ഫീൽഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് ഫാർമർ, സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് വെൽഡർ ഇൻ എ ഫാക്ടറി, പിന്നെ ടെർഷ്യറി സെക്ടറിൽ വരുന്നതാണ് സ്കൂൾ ടീച്ചർ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. റെഡിയല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയല്ലേ? അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പരീക്ഷകളിലൊക്കെ അത് ചോദിച്ചു കണ്ടിട്ട് 4 മാർക്കിനാണ് പൊതുവെ ഈ ചോദ്യം വരാറ്. ഓക്കെ, പിന്നെ നമുക്കൊരു ടേബിളൊക്കെ തന്നിട്ട് ആ ടേബിളിനെ വെച്ചിട്ടൊരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ ടേബിളൊന്ന് അനലൈസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. പിന്നെ നിങ്ങളുടെ ഫൈൻഡിങ്സിൻ്റെ റീസൺസിനൊക്കെ പറ്റിയിട്ട് ഒരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ കാരണങ്ങൾ, റീസൺസ്, ഇപ്പോൾ സ്ലോ എക്കണോമിക് ഗ്രോത്ത്, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, പിന്നെ അഗ്രികൾച്ചർ, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി, ജോയിൻറ്റ് ഫാമിലി സ്കീം, ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊരു ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ബൈ റീജിയൻ, റൂറൽ, അർബൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം തന്നെ തന്നിട്ട് നിങ്ങളോട് ചിലപ്പം ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ പൈ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നതെന്ന് ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. റെഡിയല്ലേ? അപ്പം നല്ലോണം പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഏത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. റെഡിയല്ലേ? ഇപ്പോൾ നമ്മൾ 7ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തരാം. റെഡി മക്കളെ? നിങ്ങൾക്ക് എന്തെങ്കിലും ഏരിയ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നിങ്ങളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റെഡിയല്ലേ മക്കളെ? അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.